Hello everyone. Semester 3 Mathematics main സ്റ്റുഡൻസിന് ഞാൻ എടുക്കുന്നത് മൊഡ്യൂൾ 3 ആയിരിക്കും. മൊഡ്യൂൾ 3യുടെ ടൈറ്റിൽ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് എന്നാണ്. ടെക്സ്റ്റ് നമ്മൾ സെമസ്റ്റർ 1ലും 2ലും യൂസ് ചെയ്ത കാൽക്കുലസിൻ്റെ ടെക്സ്റ്റ് തന്നെയാണ്, 10th എഡിഷൻ. അതിൽ ചാപ്റ്റർ 13നെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ മൊഡ്യൂൾ ഉള്ളത്. ചാപ്റ്റർ 13ൻ്റെ ടൈറ്റിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. നമുക്ക് ചാപ്റ്റർ 13ൽ 9 സെക്ഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ മൊഡ്യൂളിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊരു ഓവർവ്യൂ തരാൻ വേണ്ടിയാണ്. 13.1 is all about functions of 2 or more variables. സോ അതുകൊണ്ടാണ് അവിടെ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് നമ്മളിവിടെ പറയുന്നത്. സോ ഒരു വേരിയബിളുള്ള ഫങ്ഷൻസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഇൻ ദിസ് മൊഡ്യൂൾ വി ആർ ഗോയിങ് ടു ലേൺ ഫങ്ഷൻസ് വിച്ച് ഹാവ് മോർ ദാൻ വൺ വേരിയബിൾ, മേ ബി 2, മേ ബി 3. അതിനേക്കാൾ അധികമായിട്ടുള്ളതൊന്നും നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയില്ല, ജനറലായിട്ട് പറഞ്ഞു പോവുകയുള്ളൂ. എന്നാൽ നമ്മൾ കൂടുതലും സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്നത് 2 വേരിയബിൾ ഫങ്ഷൻസും 3 വേരിയബിൾ ഫങ്ഷൻസുമാണ്. അത് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ഞാൻ പറയാം. സോ in this module we are going to learn about functions of 2 or more variables. Okay, അതിനുശേഷം നമ്മൾ ആ മൾട്ടി വേരിയബിൾ ഫങ്ഷൻ്റെ ലിമിറ്റ്സിനെ പറ്റിയും പിന്നെ അതിലൂടെ ആ ഡെഫിനിഷനിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂറ്റിയിലോട്ട് അപ്രോച്ച് ചെയ്യും. So we all know what is a connection between limits and continuity in functions of single variable. So അതേപോലെ ഒരു ഡെഫിനിഷൻ നമുക്ക് മൾട്ടി വേരിയബിൾ ഫങ്ഷൻസിനുണ്ട്, മെയിൻലി 2 വേരിയബിൾ ആൻഡ് 3 വേരിയബിൾ ഫങ്ഷൻസ്. സോ അതിനെക്കുറിച്ച് നമ്മൾ കാണും. വി ഹാവ് എ കൺസെപ്റ്റ് കോൾഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. സോ വാട്ട് ഡു യു മീൻ ബൈ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്? ഇത് ടോട്ടലി നിങ്ങൾക്ക് ന്യൂ ആണ്. സാധാരണ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ്സ് കാണാൻ നമുക്കറിയാം. എന്നാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഡിഫറൻഷ്യബിലിറ്റി, ഡിഫറൻഷ്യൽസ് ആൻഡ് ലോക്കൽ ലീനിയാരിറ്റി. സോ കണ്ടിന്യൂറ്റിക്ക് ശേഷം we will have the definition of differentiability. When do you say that a multivariable function is differentiable, and what do you mean by differentials, and what do you mean by local linearity? Then we move on to chain rule. Chain rule നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്, അതും സിംഗിൾ വേരിയബിളിലേ നമുക്ക് അറിയുള്ളൂ. എന്നാൽ ഇവിടെ നമ്മൾ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ ചെയിൻ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്നുള്ളത് നമ്മളിവിടെ പഠിക്കും. ദെൻ വി ഹാവ് സംതിങ് കോൾഡ് ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്. ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നത് തന്നെ ഒന്നിലധികം വേരിയബിൾസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഗ്രേഡിയൻസിനെ കുറിച്ച് കാണും. ദെൻ ടാൻജൻറ്റ് പ്ലെയിൻസ് ആൻഡ് നോർമൽ വെക്ടേഴ്സ്, ദീസ് ആർ ഓൾ ന്യൂ കൺസെപ്റ്റ്സ്. സോ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫിനെ കുറിച്ച് പഠിക്കുമ്പോൾ ടാൻജൻറ്റ് പ്ലെയിൻസ് എന്താണെന്നുള്ളത് ജോമെട്രിക്കലി കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് വരും. സോ ആ ടോപ്പിക്കിൽ വരുമ്പോൾ നമുക്ക് കാണാം. ദെൻ 13.8 മാക്സിമം ആൻഡ് മിനിമം ഓഫ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്. സോ 2 വേരിയബിളുള്ള ഫങ്ഷൻസിൽ എങ്ങനെയാണ് മാക്സിമം ആൻഡ് മിനിമം കണ്ടുപിടിക്കുന്നത്, അതായത് അതിൻ്റെ എക്സ്ട്രീം വാല്യൂസ് അല്ലെങ്കിൽ എവിടെയാണ് ഒരു ഫംഗ്ഷൻ്റെ എക്സ്ട്രീം വാല്യൂസ് എടുക്കുന്നത് എന്നുള്ളതാണ് മാക്സിമം ആൻഡ് മിനിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ നമുക്ക് ഒരുപാട് ടെക്നിക്സ് പഠിക്കേണ്ടി വരും, ഒരുപാട് മെത്തേഡ്സ് പഠിക്കേണ്ടി വരും. സോ ഇവിടെ നമുക്കറിയാം ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കും. ദെൻ സംതിങ് കോൾഡ് സാഡിൽ പോയിൻറ്റ്സ്. അതിനുശേഷം 13.9 നമ്മൾ ലഗ്രാഞ്ചേസ് മൾട്ടിപ്ലയർ പഠിക്കും. കൺസ്ട്രെയിൻസോട് കൂടിയുള്ള എക്സ്ട്രീമം പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ലഗ്രാഞ്ചേസ് മൾട്ടിപ്ലയർ. ഓക്കെ, സോ ഒരു ഓവർവ്യൂ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് ലേൺ ചെയ്യാം. ബൈ, താങ്ക് യു.